ഹായ്, എല്ലാവർക്കും നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് നമുക്കറിയാം, ബെൻസീൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അതാണ് നമ്മൾ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഓർ ദ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബെൻസീൻ റിംഗ്. ഒരു ബെൻസീൻ റിംഗ് എങ്കിലുള്ള കോമ്പൗണ്ട്സ് ആണ് നമ്മൾ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ there are three pi bonds. പൈ ഇലക്ട്രോൺസ് റിംഗിനകത്ത് കണ്ടിന്യൂസ്ലി ഡീലോക്കലൈസ് ചെയ്യപ്പെടുകയാണ്, മൂവിംഗ് ത്രൂ ഔട്ട് ദ ring. So we call it as delocalized pi electrons. അപ്പോൾ ഒരു പൈ ബോണ്ടിൽ 2 ഇലക്ട്രോൺസ്, ടോട്ടൽ there are 6 electrons which are continuously moving through the ring. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റിംഗിനെ, ബെൻസീൻ റിംഗിനെ ഇലക്ട്രോൺ റിച്ച് എന്ന് പറയും. ഇലക്ട്രോൺ റിച്ച് ആണ് ബെൻസീൻ റിംഗ്, ഇലക്ട്രോൺ റിച്ച് ആണ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് റിച്ച് ആയിട്ടുള്ള, നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി വളരെ കൂടിയ ഒരു ഭാഗമാണ് ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത്. കാരണം എന്താണ് ഇലക്ട്രോൺ റിച്ച് എന്ന് പറയാൻ കാരണം എന്താണ്? 3 പൈ ബോണ്ട്സ് ഉണ്ട്. 3 പൈ ബോണ്ട്സ് അതിനകത്ത് തന്നെയുണ്ട്. അതിങ്ങനെ ആ ഇലക്ട്രോൺസ്, പൈ ഇലക്ട്രോൺസ് ആ റിംഗിനകത്ത് മുഴുവനായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനടുത്തേക്ക് നെഗറ്റീവ് ചാർജ് കൂടുതൽ ഈ ഭാഗത്തേക്ക് വരുന്നത് ആരായിരിക്കും? ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്പീഷീസ് ആയിരിക്കും, അല്ലെ? പോസിറ്റീവ് ചാർജ് ഉള്ളത് മാത്രമേ ഇതിനെ തേടി വരുള്ളൂ എന്നാണ്. പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗ്രൂപ്പ്, ഒരു സ്പീഷീസ് ആയിരിക്കും കൂടുതലായിട്ടും നമ്മളുടെ ബെൻസീൻ റിംഗിലേക്ക് വരുന്നത്. ഇനി പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസിനെ നമ്മൾ എന്താണ് പറയുക? പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് അഥവാ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇലക്ട്രോഫൈൽ എന്ന് പറയും. ഇലക്ട്രോഫൈൽ. എന്താണ് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ലവിങ്, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നത്, ഇലക്ട്രോണിനെ ലവ് ചെയ്യുന്നത് ആരാണോ അത്. ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡിഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയിരിക്കണം. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ BF3 പോലെയുള്ള വസ്തുക്കളായിരിക്കണം. അപ്പോ ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ഓർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ഇലക്ട്രോഫൈൽ. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് ആയിരിക്കും ബെൻസീൻ റിംഗിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ബെൻസീൻ റിംഗിൽ നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ഭൂരിഭാഗം എന്തായിരിക്കും? ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്തിട്ട് നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. സോ വി കോൾ ഇറ്റ് ആസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയി ഇവിടെ കൂടുതലായിട്ട് നടക്കുക. നമുക്ക് വേറെ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പറഞ്ഞുണ്ട്, ന്യൂക്ലിയോഫൈൽ. എന്താണ് ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയസ് ലവിങ് വിച്ച് അട്രാക്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ് ആണ്, അല്ലെ? പോസിറ്റീവ്ലി ചാർജ് റീജിയൻ ഓഫ് ആൻ ഓർഗാനിക് മോളിക്യൂൾ, അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോ പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കണം. അപ്പൊ ന്യൂക്ലിയോഫൈലിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. SN1 SN2 നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. പക്ഷെ ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിന് ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫോർമേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ആണ്. ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടാവും.
പിന്നെ ഈ ഒരു ഇലക്ട്രോഫൈൽ അറ്റാക്ക് ഓഫ് electrophile to the benzene ring to form a benzyl cation. അപ്പോ ഒന്നാമത് ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ്. രണ്ടാമത്തത് നമുക്ക് ഇലക്ട്രോഫൈൽ നമുക്ക് ഈ പോസിറ്റീവ് വേണമെങ്കിൽ ഇടാം. രണ്ടാമത്തത് ആ ഇലക്ട്രോഫൈല് അറ്റാക്ക് ചെയ്യാം. ആരെ? ബെൻസിൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബെൻസൈൽ കാറ്റയോൺ ഫോം ചെയ്യും. ഈ ബെൻസൈൽ കാറ്റയോൺ ഫോം ചെയ്ത ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പില് ഒരു ഹൈഡ്രജൻ റിലീസ് ചെയ്യപ്പെടും. റിമൂവൽ ഓർ റിലീസിംഗ് ഓഫ് എ ലീവിംഗ് ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനെ അവിടുന്ന് ലീവ് ചെയ്യും. അപ്പൊ 3 സ്റ്റെപ്പിലാണ് നമ്മളുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മുന്നോട്ടേക്ക് പോകുന്നത്. ആ 3 സ്റ്റെപ്പ് എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും സെയിം ആണ്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ടാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതില് ഒന്നാമത്തെ നമുക്ക് ഹാലോജനേഷൻ തന്നെ തുടങ്ങാം. ഹാലോജനേഷൻ. ഹാലോജനേഷൻ സ്റ്റാർട്ട് ചെയ്യും. ബെൻസീൻ പ്ലസ് ഫോർ എക്സാമ്പിൾ ക്ലോറിനേഷൻ. In presence of FeCl3 to form Cl plus HCl. ഇവിടെ ക്ലോറിൻ ബെൻസിൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ വിധേയമാകുന്നു. ക്ലോറോ ബെൻസിൻ കിട്ടുന്നു. ഇൻ പ്രസൻസ് ഓഫ് FeCl3. നമുക്കിത് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. ഈ റിയാക്ഷൻ ഞാൻ മേലോട്ടേക്ക് മാറ്റി ചെയ്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 സ്റ്റെപ്പാണുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്പീഷീസ് ഫോം ചെയ്യണം. ഈ ക്ലോറിൻ ആണ് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ക്ലോറിനിൽ നിന്ന് എങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. ക്ലോറിൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും Cl നെഗറ്റീവ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലുള്ളത്. പക്ഷെ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ Cl പോസിറ്റീവ് നമുക്ക് കിട്ടണം. അതെങ്ങനെ കിട്ടും എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും. ഇവിടെ എന്തിനാണ് FeCl3 ഉപയോഗിക്കുന്നത്? Why we are using FeCl3 in the case of electrophilic substitution of halogen? ആ FeCl3യുടെ റോൾ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് Cl പോസിറ്റീവ് ആണ്. എങ്ങനെയെന്ന് ചോദിച്ചാല് Cl Cl2 പ്ലസ് FeCl3. നമുക്കറിയാം FeCl3 ഒരു ലൂയിസ് ആസിഡ് ആണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു ക്ലോറിനെ എന്ന് പറഞ്ഞാല് Cl നെഗറ്റീവിനെ തന്നെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. അപ്പം ഒരു Cl-നെ അത് പിടിച്ചു വാങ്ങിക്കും. Cl മൈനസിനെ തന്നെ പിടിച്ചു വാങ്ങിക്കും. ഓക്കെ, ഇവിടുന്ന് Cl മൈനസ് പോവാണെങ്കിൽ Cl ഇതിന്റെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകണം. അപ്പൊ നമുക്ക് എന്താ കിട്ടും? Cl പോസിറ്റീവ് പ്ലസ് Cl നെഗറ്റീവ് കിട്ടും. ഈ ബോണ്ടിങ് ഇലക്ട്രോൺ, the bonded electrons moves towards this chlorine and this chlorine moves to FeCl. അപ്പൊ ഈ ബോണ്ട് നമ്മൾ അതിനെ ഹെട്രോലിറ്റിക് ഫിഷൻ എന്ന് പറയും. Both the electrons moves towards one of the combined atom or one of the binding atoms.
അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പം Clന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഒബ്വിയസ്ലി ഈ ക്ലോറിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ, 2 ഇലക്ട്രോണും ക്ലോറിന് നേരെ പോകുന്നുണ്ട്. ഹെട്രോലിറ്റിക് ഫിഷൻ ആണ്. യു കൻ ചെക്ക് വാട്ട് ഈസ് heterolytic fission, heterolytic cleavage, bond cleavage. So the bonded electrons moves towards chlorine and it again a negative charge, and that negatively charged chlorine moves to FeCl3. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് Cl പോസിറ്റീവ്. This exists as Cl positive, and this Cl negative moves to FeCl3, so we get FeCl4 negative. FeCl4 negative. ഇതാണ് നമുക്ക് കിട്ടുന്നത്. So an electrophile is formed. ഇനി ആ ഇലക്ട്രോഫൈൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യും? Attack Benson ring plus Cl positive. Okay, that is this electron moves to this one, so we get or simply you can write this like this, whatever it means, doesn't matter. ഏത് ബോണ്ട് ഷിഫ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു, ഈ പൈ ബോണ്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബാക്കി 2 പൈ ബോണ്ട് അവിടെ ഉണ്ടാവും. റൈറ്റ്, Cl ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും മറുവശത്തൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, കാരണം ഇവിടുന്ന് ബോണ്ടിങ് ആണ്, ഇവിടെയാണ് ബോണ്ട് നടക്കുന്നത്. ഈ പൈ ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഈ കാർബൺ അതിന് ഇലക്ട്രോൺ നഷ്ടപ്പെടും, അഥവാ കാർബൺ ഇലക്ട്രോൺ കൂടി ഉപയോഗിച്ചിട്ടാണ് ഈ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അതായത് ഈ പൈ ബോണ്ട് അവിടെ നിന്ന് ബ്രേക്ക്, ഈ പൈ ബോണ്ടും ഹെട്രോലിറ്റിക് ഫിഷന് വിധേയമാവും നടത്തും. 2 ഇലക്ട്രോണും എവിടെ പോയി? ഈ പൈ ബോണ്ടിലുള്ള 2 ഇലക്ട്രോണും ക്ലോറിന്റെ അടുത്തേക്ക് പോകും. ഓക്കെ, ഇറ്റ് ഇസ് ഹെട്രോലിറ്റിക് ഫിഷൻ. അപ്പൊ ഈ കാർബണിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടി, തീർച്ചയായിട്ടും ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലെ, എല്ലാ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജനെ നമുക്ക് അങ്ങനെ എഴുതാം. സോ ഇറ്റ് ഈസ് എ ബെൻസൈൽ കാറ്റയോൺ. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ, ഈ ഹൈഡ്രജനെ ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കണം? H+ ആയിട്ട് ഒഴിവാക്കണം. ദിസ്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും ആൻഡ് ഇറ്റ് ഫോം ഹൈഡ്രജൻ ബോണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്വയമായിട്ട് ഇത് ഡബിൾ ബോണ്ട് ആവും. ഇത് ഡബിൾ ബോണ്ട് ആവും. H+ ആയിട്ട് പോകും. H+ ആയിട്ട്. റൈറ്റ്, H+ ആയിട്ട് പോകും. ആ H+ ഇതുമായിട്ട് റിയാക്ട് ചെയ്യും. എങ്ങനെ? H+ FeCl4 മൈനസ്. അപ്പൊ ഇവിടെ ഒരു എക്സസ് Cl മൈനസ് നേരത്തെ ഉണ്ടല്ലോ. അപ്പൊ ആ Cl മൈനസിന് ഇയാൾ പിടിച്ച് വാങ്ങിക്കുമ്പോൾ എന്താവും? ഇത് HCl ആവും. റൈറ്റ്, ഇത് HCl ആകും. HCl ആകും, ബാക്കി എന്താ ഉണ്ടാവുക? FeCl4 മൈനസ്. ദാറ്റ് ഈസ് FeCl4 മൈനസ് ഇവിടെ ഇട്ടാൽ we get HCl plus FeCl3. ഓക്കെ, ഇവിടുന്ന് H+ ആണ് പോയത്. ആ H+ FeCl4 നിന്ന് ഒരു ക്ലോറിനെ പിടിച്ചു വാങ്ങിക്കുന്നു. അപ്പൊ HCl ആകും. ബാക്കി എന്തുണ്ടാവും? ഇവിടുന്ന് ക്ലോറിൻ പോയാൽ FeCl3 ബാക്കിയാവും. സോ ഓവറോൾ റിയാക്ഷൻ FeCl3 എന്താവും? ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ തന്നെ ഉണ്ടാവും. FeCl3 ബാക്കി അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ പ്രോഡക്റ്റ് എന്താ കിട്ടും? ക്ലോറോബെൻസിൻ പ്ലസ് HCl കിട്ടും. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടിട്ടാണ് എഴുതുന്നത്. ഇതുപോലെ എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് മാത്രം. എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. H+ ആണ് ആക്ച്വലി വേണ്ടത്, ഇതില്ല. ആൻഡ് ഇറ്റ് എക്സ്ട്രാക്ട് 1 ക്ലോറിൻ ഫ്രം ഹിയർ ടു ഫോം HCl. അപ്പം ബാക്കി എന്ത് കിട്ടും? FeCl3 അവിടെ തന്നെ ഉണ്ടാകും. സോ ദിസ് ഇസ് ദ
reaction. Hope it is clear. The mechanism for bromination also the same, that is Br2 in presence of FeBr3 same mechanism ആണ്, that is Br2 plus FeBr3 gives Br positive plus FeBr4 negative, then plus Br positive right. This one elimination of this hydrogen, you get Br plus H plus, actually in presence of FeBr4 minus we get HBr. Okay, the same mechanism. രണ്ടാമത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നൈട്രേഷൻ ആണ്. നമുക്കറിയാം നൈട്രേഷനിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് NO2 പോസിറ്റീവ് ആണ്. That is our electrophile. To produce NO2 positive, we react HNO3 with H2SO4. We call it as nitrating mixture. And the reaction, first of all, we can write the reaction. There is plus HNO3 in presence of H2SO4. We get NO3. And the mechanism 2H2SO4 gives NO2 positive plus 2HSO4 minus plus H3U plus. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഏതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്? ഫോർമേഷൻ ഓഫ് an electrophile. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? The attack of electrophile this reaction. So quite usual, that is NO2, that is this pi bond is shifted towards NO2 positive, so this carbon attain a positive charge and there is a hydrogen, and the next step is actually our third step. So third step is NO2H. This is our species, that is benzyl cation, and the electron, carbon and hydrogen bonded electron shifted towards this and form NO2 plus H plus. Okay, and this H plus react with the HSO4 minus, we get H2SO4.
And one of the hydrogen ion from H3O plus also react with HSO4 minus gives H2SO4. So byproduct is actually water, just water. H3O plus ൽ നിന്ന് ഒരു H plus ഇങ്ങോട്ടേക്ക് പോകും, അപ്പൊ ഇത് H2SO4 ആവും. ഇവിടുന്ന് ഈ H plus ഉം ഇങ്ങോട്ടേക്ക് പോകും, അപ്പൊ അതും H2SO4 ആവും. അപ്പൊ 2H2SO4 ബാക്കി കിട്ടും. ഇവിടെ എന്തുണ്ടാവും? H2O ബാക്കി ഉണ്ടാവും. പ്ലസ് H2O ആണ് ആക്ച്വൽ റിയാക്ഷൻ. And the third reaction, it is sulfonation. Sulfonation, that is the species is SO3H plus. That is an aromatic compound react with the H2SO4 excess 2H2SO4 actually SO3H. Benzene sulfonic acid, we get this compound. How it is formed? That is the first step of the reaction. 2H2SO4 gives HSO3 plus HSO4 minus plus H2. നമ്മുടെ സ്പീഷീസ് ഇതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്ലസ് SO3H പോസിറ്റീവ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. We get SO3H ഇവിടെ പോസിറ്റീവ് ആവും, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാർബൺ പോസിറ്റീവ് ചാർജ് ആവും. And there is a hydrogen here. തേർഡ് സ്റ്റെപ്പ് നമ്മൾ നോക്കിയാല് നമ്മുടെ ബെൻസൈൽ കാറ്റയോൺ ഫോം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഈ ഹൈഡ്രജന്റെ ബോണ്ടഡ് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. So we get SO3H plus H plus actually, right? Then that H plus plus HSO4 minus എന്ത് കിട്ടും? H2SO4. അപ്പൊ ഇവിടെ നമ്മൾ ഒരുമിച്ച് റിയാക്ഷൻ എഴുതിയാല് ഓർത്തണം, plus H2SO4. You get SO3H plus H2. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഈ H പ്ലസ് റിയാക്ട് വിത്ത് this HSO4 minus to form H2SO4 back. അപ്പോൾ ഒരു H2SO4 മാത്രമേ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ഓക്കെ, ഒരു H2SO4 മാത്രമേ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. So we can write just benzene ring plus H2SO4 gives SO3H plus H2O. കാരണം നമ്മൾ 2H2SO4 ഉപയോഗിക്കുന്നതിന് അതിൽ ലാസ്റ്റ് ഒരു H2SO4 തിരിച്ചു വരുന്നുണ്ട്. ഫലത്തിൽ ഒരു H2SO4 മാത്രമേ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ നമുക്ക് നെറ്റ് റിയാക്ഷൻ പൊതുവെ നമ്മൾ ബെൻസീൻ റിംഗ് പ്ലസ് H2SO4 gives SO3H plus H2O ഇങ്ങനെയാണ് എഴുതാറ്. ആക്ച്വൽ മെക്കാനിസം രണ്ട് H2SO4 എന്നാണ് വരുന്നത്. എന്നാൽ പോലും നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. കാരണം അവസാന സ്റ്റെപ്പിൽ ഒരു H2SO4 തിരിച്ചു വരും.
അപ്പൊ ഈ മൂന്ന് റിയാക്ഷന്റെയും മെക്കാനിസം സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഹാലജനേഷൻ ആയാലും നൈട്രേഷൻ ആയാലും സൾഫണേഷൻ ആയാലും എല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരേ മെക്കാനിസമാണ്. നാലാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫ്രിഡൽക്രാഫ്റ്റ് alkylation or acylation. Same thing. എന്താണ് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ? ബെൻസീൻ റിംഗ്, അരോമാറ്റിക് കോമ്പൗണ്ട് ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് to form substituted aromatic compound. Okay, plus HCl. ഇതാണ് റിയാക്ഷൻ, ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡും അരോമാറ്റിക് കോമ്പൗണ്ടും തമ്മിൽ ബെൻസീനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ആൽക്കൈൽ ബെൻസീൻ ഫോം ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെക്കാനിസം, അതായത് എങ്ങനെ ഫോം ചെയ്യും, ഓർത്തോളം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് സ്പീഷീസ് നമുക്ക് വേണം. അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് CH3Cl. ഇവിടെ വാട്ട്സ് ദ റോൾ ഓഫ് AlCl3? നമ്മൾ നേരത്തെ ഹാലജനേഷനിൽ പറഞ്ഞ പോലെ FeCl3 അല്ലെങ്കിൽ FeBr3 എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്? അതിനകത്ത് Cl പോസിറ്റീവ് അല്ലെങ്കിൽ Br പോസിറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, അഥവാ ഒരു ഇലക്ട്രോ ഫൈലിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇവിടെ AlCl3യുടെ റോൾ എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു ഇലക്ട്രോ ഫൈലിനെ നമുക്ക് ഉണ്ടാക്കണം. നമുക്കറിയാം AlCl3 അഗെയിൻ ഇറ്റ്സ് എ ലൂയിസ് ആസിഡ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെയുള്ള നെഗറ്റീവ് പാർട്ടിനെ അത് കൊണ്ടുപോകും. പ്ലസ് AlCl3 gives CH3 പോസിറ്റീവ് പ്ലസ് AlCl4 നെഗറ്റീവ്. FeCl3 ഉപയോഗിച്ച് അതേപോലെ തന്നെ അതേ മെക്കാനിസമാണ്. ആ നെഗറ്റീവ് പാർട്ട് Cl മൈനസിനെ AlCl3 കൊണ്ടുപോകും, AlCl4 മൈനസ് ആവും, ബാക്കിയുള്ളത് CH3 പോസിറ്റീവ് ആണ്. ആ CH3 പോസിറ്റീവ് ബെൻസീൻ റിംഗിനെ അറ്റാക്ക് ചെയ്യും. പ്ലസ് CH3 പോസിറ്റീവ്. അപ്പോ ഈ പൈ ബോണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോ ഈ കാർബണിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. CH3 ആ H അവിടെ തന്നെ ഉണ്ട്, പ്ലസ് ഓർത്തോണം ഓരോ കാർബണിലും H ഉണ്ട്. ആ H മാത്രം നമ്മൾ എഴുതുന്നതിനാണ്, അടുത്ത സ്റ്റെപ്പിലെ H ലീവ് ചെയ്യണം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് ഈ സ്പീഷീസ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബോണ്ടഡ് ഇലക്ട്രോൺ ഓഫ് CH bond moves between this C and C. So we get okay CH3 plus H plus H plus, and that H plus and AlCl4 minus react together to form. ഇവിടുന്ന് ഒരു Cl മൈനസ് അധികം ഉണ്ടല്ലോ, ആ Cl മൈനസ് ഇങ്ങോട്ട് പോയാൽ അത് HCl ആവും, ബാക്കി AlCl3 തിരിച്ചു കിട്ടും. ആ AlCl3 അവിടെ തന്നെ ഉണ്ടാവും. അതാണ് നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ കാണിച്ചത്. ബെൻസീൻ റിംഗ് പ്ലസ് CH3Cl in presence of AlCl3 gives toluene plus HCl. ഈ എച്ചും സിഎലും ചേർന്ന് HCl ഉണ്ടാകും, AlCl3 തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്തു നടത്താം. സെയിം മെക്കാനിസം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മൂന്ന് മെക്കാനിസം തന്നെയാണ് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷന്റെയും മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓറിയന്റേഷൻ എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.
ടൊളുവിനാണ് റിയാക്ട് ചെയ്യുന്നത്. ടൊളുവിൻ chlorination in presence of FeCl3. ഇനി മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് അതേപോലെ ഈഥൈൽ ഗ്രൂപ്പ് ഒക്കെ തന്നെ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചാണ്. മീഥൈൽ ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പുകൾ ഉള്ളപ്പോ തീർച്ചയായിട്ടും അത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് അഥവാ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും കൂടുതൽ ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അഥവാ അവിടെയായിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ ഉണ്ടാവുക. ഈ പൊസിഷനില് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലായിരിക്കും കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാൽ അത് തീർച്ചയായിട്ടും ഓർത്തോ പൊസിഷനിലോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലോ ആയിരിക്കും എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യാൻ നടത്തും. സോ ഇത് നമ്മളിവിടെ എഴുതിയാല് CH3Cl പ്ലസ് പിന്നെ എവിടെയും കൂടി നടക്കാം, പാരാ പൊസിഷനിലും കൂടി ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഓർത്തോയില് പ്രോഡക്റ്റ് കിട്ടും, പാരാ പൊസിഷനിലും പ്രോഡക്റ്റ് കിട്ടും. കാരണം മീഥൈൽ ഗ്രൂപ്പിന്റെ ഡയറക്റ്റിംഗ് ഇൻഫ്ലുവൻസ് ആണ്. ഏത് ഭാഗത്തേക്ക് ഇൻകമിംഗ് ഇലക്ട്രോൺ ഡെൻസിറ്റിയെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്നതനുസരിച്ചിട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. ഓക്കെ, സോ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ഇനിയിപ്പോ നൈട്രേഷൻ ആണെങ്കിൽ ഇത് തന്നെയാണ്. HNO3 H2SO4 HNO3 react with this nitration. HNO3 in presence of sulfuric acid. Orthonitro-toluene plus para-nitro-toluene. Orthonitro-toluene plus para-nitro-toluene. ഇനി Cl2 Br2 ആയാലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഓർത്തോ ബ്രോമോ കിട്ടും, അതുപോലെ തന്നെ പാരാ ബ്രോമോ കിട്ടും. ഇനി ഫ്രെൽക്രാസ് റിയാക്ഷൻ നടന്നാലും ഇത് തന്നെ സംഭവിക്കും. CH3Cl in presence of AlCl3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഓർത്തോ പൊസിഷനിൽ ഒരു ഇവിടെ ഇലക്ട്രോഫൈൽ നമുക്കറിയാം CH3 പോസിറ്റീവ് ആണ്. ഓർത്തോ പൊസിഷനിൽ ഒരു CH3 കിട്ടും, പാരാ പൊസിഷനിലും ഒരു CH3 കിട്ടും. നമ്മൾ സൈലിൻ എന്ന് പറഞ്ഞ സാധനം, ഓർത്തോസൈലിൻ അല്ലെ പാരാസൈലിൻ. അപ്പൊ ഇവിടെ ആ സബ്സ്റ്റിറ്റ്യൂന്റ് ഏതാണ് അതനുസരിച്ചിട്ടാണ്. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഓർത്തോയിലും പാരായിലും ആയിരിക്കും. ഇനി ഇവിടെ നൈട്രോ ആണ് വന്നതെങ്കിൽ, നൈട്രോ ഗ്രൂപ്പ് ആണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും മെറ്റാ പൊസിഷനിലായിരിക്കും അറ്റാക്ക് വരിക. കാരണം എന്താണ്, ഓർത്തോ ഡയറക്റ്റ് നൈട്രോ എന്ന് പറയുന്നത് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ നമ്മള് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാല് ഇവിടെ നൈട്രോ ആണെങ്കിൽ തീർച്ചയായിട്ടും മെറ്റൈലാണ് നമുക്ക് പ്രോഡക്റ്റ്, അടുത്ത പ്രോഡക്റ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, ഇനി നൈട്രേഷൻ ആണ് നടത്തുന്നതെങ്കിൽ നൈട്രോ ഗ്രൂപ്പിനെ വീണ്ടും നമ്മൾ നൈട്രേഷൻ നടത്തിയാൽ മെറ്റാ പൊസിഷനിലായിരിക്കും നൈട്രോ ഗ്രൂപ്പ് വരിക. കാരണം എന്താണ്, ആദ്യം റിയാക്ടന്റിലുള്ള നൈട്രോ ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. നേരത്തെ പറഞ്ഞ റിയാക്ടന്റിലുള്ള CH3 ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ഓർത്തോയിലും പാരായിലും രണ്ട് പ്രോഡക്റ്റ് കിട്ടി.
ഇവിടെ നൈട്രോൺ ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് മെറ്റയിൽ ഒരു പ്രോഡക്റ്റ് കിട്ടും, മറ്റേ പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുക. സോ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഡയറക്റ്റിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് ഓർത്തോ പാരയിലേക്കാണോ അല്ലെങ്കിൽ മെറ്റാ പൊസിഷനിലേക്കാണോ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ ഡയറക്റ്റിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതിപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. CH3 പോലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് NO2 പോലെയുള്ള അല്ലെങ്കിൽ Cl പോലെയുള്ള ഗ്രൂപ്പാണ്, ഹാലജൻ പോലെയുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ അവിടെ മെറ്റാ പൊസിഷനിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. സോ ഇത്രയും കാര്യങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ ആൻഡ് ഫ്രെഡ്ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അസൈലേഷൻ ഇതിനാണ് CH3COCl വെച്ചിട്ടുള്ളത്. ഫ്രെഡ്ക്രാഫ്റ്റ് അസൈലേഷൻ അസൈൽ ക്ലോറൈഡ് ആണ്, വ്യത്യാസമൊന്നുമില്ല. CH3Cl പകരം CH3COCl ആസിഡ് ക്ലോറൈഡ് ഉപയോഗിക്കുന്നു മാത്രം. മെക്കാനിക്സ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഡയറക്റ്റിംഗ് ഇഫക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. Hope the points discussed here are clear. Thank you for watching.